എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതൊരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം സ്വീകരിക്കുക, അല്ലാത്തവർ അത് വിട്ടുകളയുക. മറ്റൊരു കാര്യം, ഇത് നിങ്ങൾ എപ്പോൾ കണ്ടാലും, ഇപ്പോൾ കണ്ടാലും, എത്ര വർഷം കഴിഞ്ഞ് കണ്ടാലും, കാണുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തർക്കും ഇത് ബാധകമാവുന്നതാണ്. ഇത് ടൈംലെസ് വീഡിയോയാണ്. മാത്രമല്ല, ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് റെസനേറ്റ് ആകാത്തവർ സ്വീകരിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി മാത്രം ഇത് തയ്യാറാക്കിയതാണ്. ഫയലുകൾ, കാർഡുകൾ അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാർഡ് പറയുന്നതാണ്, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ സ്നേഹിച്ചത് എന്തിനാന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ, നിങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ, നിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ, നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നു, സംതൃപ്തി കിട്ടുന്നു, മനസ്സിൽ ഹീല് ചെയ്ത രീതി ഉണ്ടാകുന്നു, മനസ്സിലെ മുറിപ്പാടുകൾ ഉണങ്ങിപ്പോകുന്നു. ഹൃദയത്തിലെ ഒരുപാട് വേദനകളും പ്രശ്നങ്ങളും സങ്കീർണതകൾക്കിടയിലാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചത്. നിങ്ങളെ സ്നേഹിച്ച ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ ആ വ്യക്തി നിങ്ങളെ അഗമമായി സ്നേഹിക്കാൻ കാരണം നിങ്ങൾ ആ വ്യക്തിക്ക് നൽകുന്ന സ്നേഹമാണ്, നിങ്ങൾ ആ വ്യക്തി നൽകുന്ന പ്രതീക്ഷയാണ്. നിങ്ങൾ നൽകുന്ന സ്നേഹവും പ്രതീക്ഷയും കൊണ്ട് ആ വ്യക്തി വളരെ സൗമ്യ ഭാവനയോടെ, വളരെ സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, താല്പര്യത്തോടെ നിങ്ങളിലേക്ക് അലിയാൻ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് സമാധാനം നിങ്ങളുടെ ബന്ധത്തിലൂടെ ഉണ്ടാകുന്നു. നിങ്ങളെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്ന സമാധാനം വളരെ വലുതാണ്. നിങ്ങളെ മിസ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വലിയ ദുഃഖമുണ്ടാകും. നിങ്ങളില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല, ആ വ്യക്തിക്ക് കഴിയുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാത്രം ഒളിച്ചിരിക്കുന്നു. നിങ്ങളെ കൂടാതെ ആ വ്യക്തിക്ക് ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഹൃദയത്തിലെ ഉണങ്ങിയ മുറിവുകൾ ഉണ്ടായത് നിങ്ങൾ കാരണമാണ്. അല്ലെങ്കിൽ ആ മുറിവ് ഇപ്പോഴും വേദനിക്കുമായിരുന്നു. ഹൃദയം ആ വ്യക്തിക്ക് നിങ്ങളെ നിറയ്ക്കാനാണ്, അല്ലാതെ ജീവിക്കാൻ പോലുമല്ല. അത്തരത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെ മിസ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആ വ്യക്തിക്ക് കഴിയുന്നില്ല. അത്രത്തോളം അഗാധ തലത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു. ഒരുമിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അകന്നു നിൽക്കുമ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് അടുക്കാനാണ്. നിങ്ങളിലേക്ക് അടുക്കുമ്പോൾ ആ വ്യക്തി കിട്ടുന്ന ആത്മവിശ്വാസം അകന്നു നിൽക്കുമ്പോഴില്ല. ഒരുമിച്ച് നിന്നുകൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടുക, ഒരുമിച്ച് നിന്നുകൊണ്ട് ജീവിതത്തിലെ ദുഃഖങ്ങളെ ഡിവൈഡ് ചെയ്ത് മാറ്റുക, ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാം ഉൾക്കൊള്ളുക, എല്ലാ പ്രതിസന്ധിയെയും പ്രശ്നങ്ങളെയും ഒരുമിച്ച് നിന്നുകൊണ്ട് നേരിടുക. അതിലാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരുമിച്ച് നിന്നുകൊണ്ട് നേരിടാൻ ശ്രമിക്കുമ്പോൾ, ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നേറാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിക്കാനും, ഒരുപാട് പ്രശ്നങ്ങളെ ഇല്ലാതാക്കാനും, ഒരുപാട് കാര്യങ്ങളിൽ വിജയം നേടാനും കഴിയുന്നു. ആ വ്യക്തിക്കും നിങ്ങൾക്കും ഏറ്റവും സ്വീകാര്യമായത് സ്വീകരിക്കുക. ആ വ്യക്തിക്കും നിങ്ങൾക്കും മനസ്സിന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുക. ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളെ കാണാതെ ഉഴലുമ്പോൾ, ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളില്ലാതെ വിഷമിക്കുമ്പോൾ അടുത്തേക്ക് നിങ്ങൾ ഉണ്ടാകാൻ, അല്ലെങ്കിൽ അടുത്തേക്ക് നിങ്ങൾ വരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. എല്ലാ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ അടുത്ത് വരുമ്പോൾ ഒരു മോചനം കിട്ടുന്നു. മനസ്സിൽ നിങ്ങളാണ്. ജീവിതത്തിൽ ഭിന്നിച്ചു നിന്നപ്പോൾ ഉണ്ടായ ദുഃഖങ്ങളും നഷ്ടങ്ങളും, ഭിന്നിച്ചു നിന്നപ്പോൾ ഉണ്ടായ പ്രതിസന്ധികളും ആ വ്യക്തിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളുമായി ഒരുമിച്ച് ചേരാൻ ആഗ്രഹിക്കുന്നു. മനസ്സിൽ നിങ്ങൾ മിസ് ചെയ്യുമ്പോൾ ഉണ്ടായ അവസ്ഥയെക്കുറിച്ച് ആ വ്യക്തിക്ക് കൃത്യമായിട്ടറിയാം. നിങ്ങളെ മാറി നിന്ന് നിങ്ങളുമായി ജീവിച്ചപ്പോൾ ഹൃദയത്തിലുണ്ടായ വേദനകൾ, നിങ്ങളുടെ വരവിനെ ആ വ്യക്തിയുടെ ഹൃദയവും ശരീരവും എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത്ര അഗാധമായ തലത്തിലാണ് ആ വ്യക്തി സ്നേഹിക്കുന്നത്. ഒഴിവാക്കാൻ കഴിയുന്നില്ല ആ വ്യക്തിക്ക്. മിസ്സ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് വല്ലാത്ത വേദന ഉണ്ടാകുന്നു. നിങ്ങളില്ലാതെ വരുമ്പോൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. രണ്ടാമത്തെ കാർഡിലേക്ക് നാം പോയി. മൂന്നാമത്തെ കാർഡിലേക്ക് നാം പോകുമ്പോൾ ടെമ്പറൻസ് എന്ന് പറയുന്ന ഒരു ടാരോട്ട് കാർഡാണ് വന്നിരിക്കുന്നത്. ജീവിതത്തെ ബാലൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വേണം. ജീവിതത്തെ സന്തോഷകരമാക്കാൻ ആ വ്യക്തിക്ക് നിങ്ങൾ വേണം. ജീവിതത്തിൽ സമാധാനം കിട്ടാൻ ആ വ്യക്തിക്ക് നിങ്ങൾ വേണം. പിന്നെ നിങ്ങളെ എങ്ങനെ മിസ് ചെയ്യാതിരിക്കും?
ജീവിതത്തിൽ ഒരു നിക്ഷേപമായി നിങ്ങളെയാണ് ആ വ്യക്തി കണക്കാക്കിയിരിക്കുന്നത്. ധനത്തിന് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ ധനത്തിന് വേണ്ടിയേ അല്ല. സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും മനസ്സ് തുറക്കാനും ദുഃഖം പങ്കുവെക്കാനും നിങ്ങളിലുള്ള നന്മയെ ഉൾക്കൊള്ളാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഏറ്റവും നല്ല വാക്കുകൾ പറയുന്ന നിങ്ങളെ, ഏറ്റവും നല്ല വാക്കുകൾ നിങ്ങളോട് പറയുവാനായിട്ട്, സമാധാനപരമായൊരു കുടുംബജീവിതം ഉണ്ടാകാൻ, സമാധാനപരമായൊരു ജീവിതം ഉണ്ടാകാൻ, എല്ലാ തർക്കങ്ങൾക്കും എല്ലാ വാദങ്ങൾക്കും അവസാനം ഉണ്ടാകാൻ, എല്ലാ ഭിന്നിപ്പിനും അവസാനം ഉണ്ടാകാൻ, എല്ലാ സമയവും ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ, ഒരുപക്ഷെ ജീവിതത്തിൽ മുന്നേറാൻ, വിജയിക്കാൻ, എല്ലാത്തിനും ആ വ്യക്തിക്ക് നിങ്ങൾ വേണം. നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. തർക്കങ്ങൾ അവസാനിപ്പിക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും എല്ലാ പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനും എല്ലാ പ്രശ്നങ്ങളെയും മാനേജ് ചെയ്യാനും ഒക്കെ നിങ്ങൾ വേണം. നിങ്ങൾ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും ദുഃഖത്തിൻ്റെയും അവസാനമാണ്. നിങ്ങളുണ്ടെങ്കിൽ തർക്കങ്ങൾ പരിഹരിക്കപ്പെടുകയും ജീവിതം ബാലൻസ് ചെയ്യപ്പെടാൻ ആ വ്യക്തിക്ക് സാധിക്കും. ആ വ്യക്തിയുടെ വ്യക്തിത്വവും ആ വ്യക്തിയുടെ സമാധാനവും ആ വ്യക്തിയുടെ നന്മയും ഉണരാൻ നിങ്ങൾ വേണം. നിങ്ങളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ആ വ്യക്തിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. കാരണം ആ വ്യക്തി നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു, മിസ്സ് ചെയ്യുന്നു. ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ വരുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ വേദന ഉണ്ടാകുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ വേദന സമ്മാനിച്ചുകൊണ്ട് ഒരുപാട് പ്രതിസന്ധികൾ വരും നിങ്ങളില്ലെങ്കിൽ. അത് ആ വ്യക്തിക്ക് കൃത്യമായിട്ടറിയാം. അടുത്ത കാർഡിലേക്ക് വരുമ്പോൾ മജീഷ്യനാണ് വരുന്നത്. ആ വ്യക്തിയുടെ മനസ്സ് അവിടെ കാണാം, ആ വ്യക്തിയുടെ പ്രവൃത്തി അവിടെ കാണാം. ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഇൽനെസ്, ഒരു അസുഖം അവിടെ കാണാം. അതായത് നിങ്ങളില്ലെങ്കിൽ ആ വ്യക്തിക്ക് ആരുമില്ല. കാരണം സുഖമില്ലാത്ത അവസ്ഥയാണ് ആ വ്യക്തിക്ക് വരുന്നത്. ആ വ്യക്തിയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ നിങ്ങൾ കൂടിയേ തീരൂ. ആ വ്യക്തിയുടെ സ്കില്ല് വർദ്ധിക്കാൻ, ആ വ്യക്തിക്ക് വിജയിക്കാനും ആ വ്യക്തി യഥാർത്ഥത്തിൽ എന്താണോ അത് ആ വ്യക്തിക്ക് അനുഭവിച്ചറിയാനും നിങ്ങൾ വേണം. നിങ്ങളിലൂടെ വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ആ വ്യക്തിക്കുണ്ടാകും. വലിയ തരത്തിലുള്ള അത്ഭുതങ്ങൾ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ആ വ്യക്തിക്കുണ്ടാവും. നിങ്ങളില്ല എങ്കിൽ ആ വ്യക്തി തളർന്ന് തരിപ്പണമായി പോകും. കാരണം ആ വ്യക്തി നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു. ആ വ്യക്തിക്ക് നിങ്ങൾ കൂടിയേ തീരൂ. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള എല്ലാ നന്മയും ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തി ഒരുപാട് ക്രിയേറ്റിവിറ്റിയുള്ള വ്യക്തിയാണ്. ആ ക്രിയേറ്റിവിറ്റികൾ ഉണർത്താനും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനും മനസ്സിന് സമാധാനം ഉണ്ടാകാനും പ്രവൃത്തികളിൽ മുന്നേറാനും നിങ്ങൾ കൂടിയേ തീരൂ. നിങ്ങളില്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയുന്നതായിട്ട് ആ വ്യക്തിക്ക് ആരുമില്ല. ആ വ്യക്തിക്ക് അമിതമായ ആത്മവിശ്വാസമോ മണ്ടത്തരങ്ങളോ തോന്നി ആ വ്യക്തി ജീവിതത്തിൽ ഇല്ലാതെ പോകും. നിങ്ങളുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു കോൺഫിഡൻസാണ്. എല്ലാനും ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുന്നു. കമ്മ്യൂണിക്കേഷൻ ചെയ്യുവാനും ജീവിതത്തെ അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാനും ഒക്കെ ആ വ്യക്തിക്ക് നിങ്ങൾ കൂടിയേ തീരൂ. ആ വ്യക്തി ജീവിതത്തെ ദീർഘമായി കാണുകയും വിശാലമായ ദൂരക്കാഴ്ചയോടെ ജീവിതത്തെ കാണുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിക്കൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളെപ്പോഴും ഉണ്ടാകാൻ ആ വ്യക്തി അങ്ങനെ ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിൽ നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട്, നിങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചുകൊണ്ട്, നിങ്ങൾക്കൊപ്പം എല്ലാ പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ട് ജീവിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്തു വന്നൊരു വ്യക്തിയാണ്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ്. ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണ്, സാമീപ്യം ആവശ്യമാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് നിങ്ങളെ സ്വപ്നം കാണുകയാണ്. മറ്റേ അറ്റം വരെ എന്നും നിങ്ങൾ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ പോലും നിങ്ങൾ അകലരുതെന്ന് ആഗ്രഹിക്കുന്നു. മിസ്സ് ചെയ്താൽ ആ വ്യക്തിക്ക് അത് സഹിക്കാൻ കഴിയില്ല. ആ വ്യക്തി മിസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കൊപ്പം ജീവിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഒരുപാട് കഴിവുകളും ഒരുപാട് ടാലൻസും ഉണ്ട് ആ വ്യക്തിക്ക്. പക്ഷേ അതെല്ലാം ഉണരണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവണം. നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും ഉണ്ടെങ്കിൽ വളരെ ആത്മവിശ്വാസത്തോടെ ജീവിതത്തിൽ വിജയിക്കാനും ജീവിതത്തിൽ മുന്നേറാനും ആ വ്യക്തിക്ക് സാധിക്കും. എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാനും എല്ലാ പ്രശ്നങ്ങളെ അതിജീവിക്കാനും ആ വ്യക്തിക്ക് കഴിയുന്നത് നിങ്ങളുടെ നൽകുന്ന പിന്തുണയാണ്. നിങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ ആ വ്യക്തി എല്ലാ പ്രതിസന്ധികളെയും അവഗണിച്ച് മുന്നോട്ട് പോകും. അത് കൊണ്ട് ആ വ്യക്തി നിങ്ങളുടെ പിന്തുണ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ആ വ്യക്തിയെ മനസ്സിലാക്കാത്ത, നിങ്ങളെ എതിർക്കുന്ന, നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ചിലരുമായിട്ട് എപ്പോഴും കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടേണ്ടി വരുന്നു. നിങ്ങൾക്ക് വേണ്ടി അത്തരം വഴക്കുകളിലും നിങ്ങൾക്ക് വേണ്ടി അത്തരം പ്രതിസന്ധികളെ അതിജീവിക്കാനും ആ വ്യക്തി പ്രതിജ്ഞാബദ്ധമാണ്. എപ്പോഴും ആ വ്യക്തി താൻ എതിർക്കുന്ന
തത്വങ്ങളെയും താൻ എതിർക്കുന്ന സാങ്കേതികത്വത്തെയും എതിർക്കുകയാണ്. എപ്പോഴും ആ വ്യക്തിയുമായിട്ട് അനുകൂലിക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. പലർക്കും ആ വ്യക്തിയുമായി യോജിക്കാൻ പോലും കഴിയുന്നില്ല. ആ വ്യക്തിക്ക് അവരുമായി യോജിക്കാനും കഴിയുന്നില്ല. അതായത് ഒന്നിനോട് യോജിക്കാനും ഒരാളോടും കൃത്യമായി അടുക്കാനും കഴിയാത്ത ആ വ്യക്തിക്ക് ഏക അത്താണി നിങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ മിസ് ചെയ്യുമ്പോൾ ദുഃഖിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ആ വ്യക്തിയെ ആർക്കും മനസ്സിലാക്കാനും കഴിയുന്നില്ല. നിങ്ങൾ ഉൾക്കൊണ്ടതുപോലെ ആ വ്യക്തിയെ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നിങ്ങൾ സ്നേഹിച്ചതുപോലെ ആ വ്യക്തിക്ക് ആരെയും സ്നേഹിക്കാനും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ആണ് ആ വ്യക്തി നിങ്ങളെ ഇത്രമാത്രം ആഗ്രഹിക്കുന്നത്, എപ്പോഴും നിങ്ങളെ മിസ് ചെയ്യുന്നതും നിങ്ങളെപ്പോഴും അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.